മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരു സിനിമയായിരുന്നു ലേലം. ലേലം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സോമൻ അനശ്വരമാക്കിയ ആനക്കാട് ലീപ്പച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തിരുമേനി ഈ കുപ്പായം ഇട്ടെങ്കിലും ഇപ്പോഴും ഇന്നയാള് അങ്ങയുടെ ഉടപ്പറന്ന പെങ്ങൾ തന്നെയല്ലയോ എന്നാണ്. ഇതേ ചോദ്യം തന്നെ ഞാൻ ഗണേഷ് കുമാറോട് ചോദിക്കുകയാണ്. ഈ മന്ത്രിക്കുപ്പായം ഇട്ടെങ്കിലും ഇപ്പോഴും ശരണ്യ മുതലാളി ഉടപ്പറന്ന സഹോദരൻ തന്നെയാണോ എന്നുള്ളത്. ഞങ്ങളിൽ ഒരുത്തരെ ആക്രമിക്കുവാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടത്. ഇവിടെ നിയമലംഘനം നടത്തിയിട്ടുള്ള റോബിൻ എന്ന് പറയുന്ന ബസ്, അത് നടത്തിയിട്ടുള്ള ഒരു നിയമലംഘനത്തെ, അതായത് പെർമിറ്റ് ഇല്ലാതെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് കാണിച്ചുകൊണ്ട് KSRTCയുടെ റൂട്ടുകളിൽ ഓടുന്നു എന്നുള്ളതായിരുന്നു. കോൺട്രാക്ട് കാരേജ് ബസ്സുകൾക്ക് ബോർഡ് വെച്ച് ആളെ കയറ്റാൻ അനുവാദമില്ലെന്നും കോടതി പറഞ്ഞു. റോബിൻ ബസ് പെർമിറ്റ് ലംഘിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു സർക്കാർ നടപടികൾ. പെർമിറ്റ് ലംഘനത്തിനിടെ തുടർച്ചയായ പിഴ അടയ്ക്കലും ബസ് പിടിച്ചെടുക്കുന്നതിലേക്ക് ഉൾപ്പെടെ റോബിൻ ബസിനെതിരെ സർക്കാർ നടപടികൾ ഉണ്ടായിരുന്നു. ഇവിടെ ചാക്ക് കണക്കിന് AMPമാരില്ല കേട്ടോ, അതൊരു ചാക്ക് കണക്കിന് AMPമാർ ഈ നെല്ലിക്കാക്കൊട്ട മറിച്ചിട്ട പോലെ തെരുവുകളിൽ നിന്നുകൊണ്ട് ആ വണ്ടി പരിശോധിക്കുന്ന വീരഗാഥകൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചതാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്ന വീഡിയോ, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പാസിന് അനുവദിച്ചിരിക്കുന്ന സ്റ്റോപ്പിൽ നിന്നൊക്കെ ഞങ്ങൾ ആളെ എടുത്ത് അങ്ങോട്ട് പോയിരുന്നു. അപ്പം ഞങ്ങളുടെ പുറകിൽ ശരണ്യ വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പം ഇവൻ ഈ KSTPയുടെ ഫ്രണ്ട് വെച്ച് ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് ഞങ്ങൾ വട്ടം കൊണ്ടൊന്ന് കുറുകെ കൊണ്ടുവന്ന് വെച്ച് അവൻ ഫോൺ വഴി അവനെ വിളിച്ച് അവൻ്റെ യാത്രക്കാരെ കയറ്റുന്നത് വരെ ഞങ്ങളുടെ വണ്ടിക്ക് വട്ടം നിന്നു. എന്നിട്ട് അവൻ അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ പറയുന്നത് അവൻ്റെ മിറർ ഞങ്ങൾ തട്ടിയെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊന്നും അവനെ ഒന്ന് ഓവർടേക്ക് ചെയ്ത് പോയായിരുന്നു. പക്ഷേ മിററേറ്റ് തട്ടിയതായിട്ട് എനിക്കും അറിയില്ല, കണ്ടക്ടറിനും അറിയില്ല, ആർക്കും അറിയില്ല. ഇവൻ കാരണം പറയുന്നതാണ്. എന്നിട്ട് അവൻ്റെ യാത്രക്കാർ കയറിയതിന് ശേഷം അവൻ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോവുകയും ചെയ്തു. ഇതാണ് ശരണ്യക്കാരൻ്റെ വിഷമം. നമ്മളെന്ത് ചെയ്യാനാ? നമ്മൾ ആരുടെങ്കിലും പറയണം ഇതൊക്കെ. ഈ പറയുന്ന ഉടപ്പറന്ന സഹോദരന്റെ, മന്ത്രി സഹോദരന്റെ വണ്ടിയായിട്ടുള്ള ശരണ്യ ഏകദേശം 13ഓളം ബസ്സുകൾ, 13-18 ബസ്സുകളാണ് യാതൊരു വിധത്തിലുള്ള പെർമിറ്റും ഇല്ലാതെ ഈ കൊട്ടാരക്കര, തിരുവനന്തപുരം, പുനലൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും അമൃത ആശുപത്രി അല്ലെ എറണാകുളം, കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന അന്യായമായിട്ടുള്ള നീതിപൂർവമല്ലാത്ത പെർമിറ്റുകളില്ലാതെ നടത്തുന്ന സർവീസുകൾ, ആ സർവീസ് ഒരു KSRTC ജീവനക്കാരന്റെ മുമ്പിൽ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ന്യായം പറയുകയും നീതിയും നിയമവും നടപ്പിലാക്കുവാൻ മറ്റേ മുഴക്കോലുമായി നടക്കുകയും ചെയ്ത മന്ത്രി എന്തുകൊണ്ടാണ് ഈ റോബിൻ ബസ് നടത്തിയിട്ടുള്ള നിയമലംഘനങ്ങളെ പിടിക്കുവാൻ കാണിച്ച വ്യഗ്രത, ആ വ്യഗ്രത സ്വന്തം കാര്യത്തിൽ ഇല്ലാത്തത്? എന്താണ് മനോജ് എന്ന് പറയുന്ന അങ്ങയുടെ സഹോദരൻ രക്തബന്ധത്തിലുള്ളതോ ഓരോ കസിൻസോ അതൊന്നും എനിക്കറിയില്ല. ഏതായാലും ഈ ഉടപ്പറന്നവരുടെ മക്കളാകുമ്പോൾ എന്തന്യായത്തിനും കൂട്ടു നിൽക്കാം എന്നുള്ള തൻ്റെ ഇടം നടത്തുന്നെങ്കിൽ ആവാം. പക്ഷെ എനിക്ക് ഈ കാര്യത്തിലുള്ള പ്രശ്നം, എനിക്ക് മനോജിന്റെ ഗുണ്ടായുസത്തെ അറിയാം, ഗണേഷ് കുമാറിന്റെ ഗുണ്ടായുസത്തെ കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. ഏത് തരത്തിലാണ് ഈ വർത്തമാനം പറയുന്നവരെ ആക്രമിക്കുന്നത് അതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ എൻ്റെ ഇവിടുത്തെ പ്രശ്നം, വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന KSRTCയിലെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ KSRTCയിൽ ഒരു തൊഴിലാളി എന്ന നിലയിൽ ഞാൻ ജോലി ചെയ്യുന്നിടത്തോളം കാലം, എൻ്റെ സഹപ്രവർത്തകരെ ആക്രമിക്കാൻ വരുന്നത് മന്ത്രിയുടെ അനിയനാണ് എങ്കിൽ പോലും ഇത് പറയേണ്ട ബാധ്യതയുണ്ട്, ഇത് പൊതുസമൂഹത്തെ കാണിക്കേണ്ട ബാധ്യതയുണ്ട്. റോബിൻ എന്ന് പറയുന്ന ഒരു ബസ് ഇത്തരത്തിൽ ഓടിയപ്പോൾ എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടിയത്, ആ കാട്ടിക്കൂട്ടലുകളൊന്നുമില്ലാതെ ശരണ്യ എന്ന് പറയുന്ന ഒരു ബസിന്റെ ഗുണ്ടായുസത്തെ മന്ത്രി അനുവദനീയമായ ഗുണ്ടായുസമായി നടത്തുന്നത് എന്തുകൊണ്ട്? ഞങ്ങളുടെ ദേഹത്ത് കയറി മേയുവാൻ, ഞങ്ങളുടെ ജീവനെ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഗുണ്ടായുസമായിട്ട് വരാൻ എന്ത് ധൈര്യമാണ് ശരണ്യയുടെ മുതലാളിക്ക് മന്ത്രിയുമായിട്ട് ഉണ്ടായിട്ടുള്ള ഇടപാടിലുള്ളത്? ശരണ്യയുടെ മുതലാളിയാണോ KSRTCയിലെ മന്ത്രി, അതോ KB ഗണേഷ് കുമാർ ആണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ 10-18 വണ്ടികളുമായി ഈ അന്യായമായ സർവീസ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ സർവീസ് നടത്തുമ്പോൾ ആ നടത്തിപ്പുകൾ, അതായത് മറ്റെന്ത് അഴിമതിയേക്കാൾ ഭീകരമാണ് മന്ത്രിയുടെ ബന്ധു നടത്തുന്ന ഈ അഴിമതിക്ക് കണ്ണടക്കലാണോ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ചുമതല എന്ന് ചോദിക്കുവാൻ ഒരുപക്ഷെ പാലുകുട്ടി വളർത്തപ്പെടുന്ന സംഘടനകൾ കാണില്ല. ഞങ്ങൾക്കിത് ചോദിച്ചേ മതിയാവും. ഞാൻ ഏതൊക്കെയായാലും അതിന്റെ ഡ്രൈവർ പറയുന്നു KSRTCയുടെ വണ്ടിയുടെ മുമ്പിൽ വിലങ്ങം വെച്ചുകൊണ്ട് KSRTC ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും KSRTC ഡ്രൈവറുടെ മറുപടിയുമാണ്
പക്ഷേ ഈ പരാതികളെല്ലാം നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ ഞാൻ തന്നെ ചെയ്തോളാം, നിങ്ങൾ ഒരു മറുപടിയും പറയണ്ട എന്നൊക്കെ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ തള്ളുകളും ഗീർവാണങ്ങളും അടിക്കുന്ന ഒരാൾ, വിടുവായിത്തരം പറയുന്ന ഒരാൾ, സ്വന്തം സഹോദരന്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ് ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയിട്ട് ഈ ഔദ്യോഗികമായിട്ടുള്ള അവകാശത്തെ, ഈ ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ശരണ്യ മുതലാളിക്ക് വേണ്ടി ഇത് കാട്ടിക്കൂട്ടുന്നത്, സ്വന്തം സഹോദരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഇത് കാട്ടിക്കൂട്ടുന്നത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ കണ്ണടയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു വീഡിയോയെ, അതിൻ്റെ ആ ഡ്രൈവർ പറയുന്ന ഓഡിയോയെ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ എറണാകുളം വൈറ്റ്ല സ്റ്റാൻഡിൽ വന്നു നിന്നാൽ ഈ ശരണ്യയുടെ ബസ് യാതൊരു പെർമിറ്റും ഇല്ലാത്ത ഈ വണ്ടി ഈ അമൃത ഹോസ്പിറ്റലിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് അമൃത ടു ഈ കൊട്ടാരക്കര, പുനലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് KSRTCയുടെ ഈ നാഷണലൈസ്ഡ് റൂട്ടുകളിൽ സർവീസ് നടത്തുക. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതാകാം. പക്ഷേ ഇവിടെ മന്ത്രി KB ഗണേഷ് കുമാർ സഹോദരന് വേണ്ടി കണ്ണടയ്ക്കുന്നു. ആ സഹോദരന്റെ സ്റ്റാഫുകൾ ഗുണ്ടായിസം നടത്തുന്നു. നിങ്ങൾ അഴിമതി നടത്തിക്കോളൂ. ഇവിടെ അഴിമതിയെക്കുറിച്ച് പിടിക്കാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങളൊക്കെ എന്താണ് കണ്ണടയ്ക്കുന്നത് എനിക്കറിയില്ല. എൻ്റെ പ്രശ്നം, എൻ്റെ സഹപ്രവർത്തകരെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു മന്ത്രിയുടെ ഗുണ്ടകൾ, മന്ത്രിയുടെ സഹോദര ഗുണ്ടകൾ എന്നുള്ളതാണ്. അതിനെ അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ സാധ്യയില്ല. അതുകൊണ്ട് എന്തൊക്കെ പീഡനങ്ങൾ വേണമെങ്കിലും നേരിട്ട് എനിക്കിട്ടാവാം. ഇത് ശരണ്യ KB ഗണേഷ് കുമാറിന്റെ അധികാര ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ ശരണ്യ മുതലാളി കാണിക്കുന്ന ഈ ഗുണ്ടായിസം ഇത് അവസാനിപ്പിക്കുവാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സംസാരിക്കുവാൻ പേടിയുണ്ട് എങ്കിൽ വെൽഫെയർ അസോസിയേഷൻ ധൈര്യമായിട്ട് ചോദിക്കുന്നു, ഇതിനൊരു പരിഹാരം കാണുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ മുഖ്യമന്ത്രിക്കോ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിക്കോ, കാരണം ഗതാഗത വകുപ്പ് ഓൾറെഡി ഈ ശരണ്യയുടെ കക്ഷത്തിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ കാഴ്ച കാണുമ്പോൾ മനസ്സിലാകുന്നത്. റോബിൻ ബസിനെ പിടിക്കുവാൻ കാണിച്ച ആ ധൈര്യം എവിടെ പോയി ഇവിടുത്തെ ഗതാഗത സെക്രട്ടറിക്കും ഗതാഗത സംവിധാനത്തിനും, ഇവിടുത്തെ AMEമാർക്ക് ഇല്ലെങ്കിൽ ഇവിടുത്തെ RTOമാർക്ക് എന്തുകൊണ്ടാണ് ധൈര്യമില്ലാത്തത് എന്ന് പൊതുജനം ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അത് ചിന്തിക്കേണ്ട സമയമായി. ഇതാണ് ഇവിടെ നടക്കുന്ന ഭരണപരമായിട്ടുള്ള ഗുണ്ടായിസം. ആ ഗുണ്ടായിസത്തിന്റെ, ഭരണപരമായ ഗുണ്ടായിസത്തിന്റെ നേർക്കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചത്. നന്ദി. Thank you.